മകേരി നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം ഇടവത്തിലും പിന്നെ പകുതി ഭാഗം മിഥുനത്തിലാണ് വരുന്നത്. അപ്പം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് 11 ശനി വരികയും ആ 11 രാഹു 10ാം ഭാവത്തിലേക്ക് വരികയും ചെയ്യുകയാണ്. അപ്പോൾ കർമ്മപരമായിട്ട് അവർക്ക് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ശനി കർമ്മത്തിൽ, അത് സ്വന്തം വീട്ടിൽ ബലവാനായി നിൽക്കുമ്പോൾ വളരെ സ്പീഡിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശനി 11ലേക്ക് വരികയാണ്, ലാഭസ്ഥാനം മീനൻ രാശിയിൽ. അപ്പോൾ അത് വരുമ്പോൾ രാഹു ആണെങ്കിലും പതുക്കെ പോകുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ നമ്മൾ എത്ര സ്പീഡിൽ ചെയ്യുന്ന ബാധകളൊക്കെ പെട്ടെന്ന് കുറയും. നമ്മുടെ കർമ്മങ്ങൾ വളരെ സ്ലോ ആയിട്ട് പോവുക, അതൊക്കെ വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഈ കർമ്മത്തിൽ വളരെ ശ്രദ്ധിക്കുക. ഈ രാശിക്കാർ മകേരി നക്ഷത്രത്തിൻ്റെ ഇടവക്കൂറിലൊരു കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. അവർക്ക് 2ൽ വ്യാഴാണ്. സാമ്പത്തികമായി പൈസ ഒക്കെ വന്നോളൂ, നമുക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ നന്നായിട്ട് വന്നോളും. പക്ഷെ അവിടെ കർമ്മം കുറയുമ്പോൾ ഇത് കുറവോ വരികയാണ് ചെയ്യുന്നത്. കർമ്മത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ 4ാം ഭാവത്തിലേക്ക് കേതു വരും. കുടുംബപരമായ തർക്കങ്ങൾ ഉണ്ടാവാം. സൂര്യക്ഷേത്രമാണ്. സൂര്യൻ്റെ ക്ഷേത്രത്തിൽ കേതു വരുമ്പോൾ എന്താണ്, നമുക്ക് ലോണോ അല്ലെങ്കിൽ ഗവൺമെൻറ്റായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഗവൺമെൻറ് തലത്തിൽ നിന്ന് വരുന്ന വല്ല പ്രോബ്ലങ്ങൾ, GST അത് ഇത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കുറേ അങ്ങനത്തെ ഉള്ള പ്രോബ്ലങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നന്നായി നോക്കുക. നമ്മുടെ ബിസിനസ്സുകാരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് വിദേശ പഠനങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ പോകാനൊക്കെ പറ്റും. നിങ്ങൾ ഈ ഒരു വർഷം നന്നായി ശ്രദ്ധിച്ചാൽ മതി. കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. ക്ഷേത്രത്തിൽ പോകണം, അതിന് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ മകേരി നക്ഷത്രക്കാർക്ക്, ഈ ഇടവക്കൂറിലുള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. അതേപോലെ മിഥുനക്കൂറിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശനി 10ലേക്ക് വന്നു, രാഹു 9ലേക്ക് വന്നു. അപ്പം ഭാഗ്യത്തെ കുറയ്ക്കുകയാണ്. രാഹു എന്ന് പറയുന്നത് 9ാം ഭാവത്തിൽ വരുന്നത് അത്ര നല്ലതല്ല. ജ്ഞാനത്തെയൊക്കെ തരും. രാഹുവും കേതും നമുക്ക് അറിവുകളെ തരും. അപ്പം അറിവുകളെ തന്ന പിന്നെ അതേപോലെ ഉപാസനയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉപാസനയൊക്കെ നന്നായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം 9ാം ഭാവമല്ലേ നമുക്ക്. പക്ഷെ കർമ്മത്തിൽ ശനിയാണ് വരുന്നത്. അപ്പോൾ കണ്ടകശനി എന്ന് പറയും. അപ്പോൾ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. മിഥുനൻ രാശിയിലുള്ള മകേരി നക്ഷത്രക്കാർ, അപ്പോൾ അവരെ നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ പോവുക, മുൻവിളക്ക് ധാര കൊടുക്കുക. രാഹുവിന് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് രാഹുവിനും കേതു വന്ന് നിൽക്കുന്നത് 3ാം ഭാവത്തിലാണ്. അപ്പോൾ എപ്പോഴും ഓരോ ടെൻഷൻ ഉണ്ടായി, എന്തെങ്കിലും പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് വളരെയധികം ശ്രദ്ധിക്കുക. ഉപാസനയൊക്കെ നന്നായിട്ടുള്ളവർക്കാണെങ്കിൽ നല്ലൊരു സമയമാണ്. ഉപാസന ഭാവത്തിലേക്ക് പോകുന്നവർക്ക് രാഹു നല്ല ജ്ഞാനത്തെ തരും നമുക്ക്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് മകേരി നക്ഷത്രത്തിൻ്റെ മിഥുനക്കൂറിലുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്.